കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾക്ക് അനുഗ്രഹം കൂടുതലായിട്ട് കയറി വരുന്നത്. എനിക്ക് മേലൊക്കെ പെരുക്കുന്നുണ്ടായിരുന്നു കണ്ടിട്ട്. ഇത് ജസ്റ്റ് ഒരു ഫെസ്റ്റിവൽ അല്ല, തമിഴ് പെണ്ണിൻ്റെ ഒരു പെരുമയാണ്. ഇത് കന്നി ഫെസ്റ്റിവൽ എന്നാണ് ഇതിന് പറയുന്നത്. എനിക്കിത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. നമ്മുടെ ഒരു ഫോക്കല്ല, നമ്മളൊരു തോറ്റമ്പാട്ടൊക്കെ പോലെയാണിത്. ആദ്യം ഞങ്ങൾ പോയിട്ട് ആരും വന്നില്ല, 8 മണിയായി വരാൻ. അപ്പം ഞങ്ങൾ തിരിച്ച് രണ്ടാമത് ഒന്നുകൂടെ പോയി. ഭയങ്കര ജനങ്ങളായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 വീട് അപ്പുറത്താണ് ഈ പിള്ളേർ കോവിൽ. അവിടെയാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ആ നാട്ടിലുള്ള നമ്മുടെ ചെറിയൊരു വില്ലേജാണ്, അവിടെയുള്ള എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മുടെ പൂജാരി അമ്മ. പൂജാരി അമ്മ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മാരിയമ്മൻ കോവിലിലെ പൂജാരി അമ്മയാണ്, അതായത് പെണ്ണാണ്, ഒരു ആൺ പൂജാരി അല്ല. അത് എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഇതെന്താ, ഈ കന്നി പെൺകുട്ടികൾ മുടിയൊക്കെ അയച്ചിട്ട് ഇങ്ങനെ മുടിയാട്ടം ചെയ്യുന്നതാണ്. അനുഗ്രഹം കയറും. അത് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയി. പിന്നെ ഇത് എന്താ, നമ്മുടെ ബന്ധുക്കളൊക്കെയാണ് അധികമായിട്ടുള്ളത് ഇവിടെ ഉള്ളത്. പാട്ട് ഭയങ്കര ലൗഡായിരുന്നു. എങ്ങനെയാ, നമ്മുടെ മുരുകൻ്റെ കോവിലും അതിൻ്റെ അടുത്തുണ്ട്. രാത്രി ഒരു 8 മണിക്ക് സ്റ്റാർട്ടായി, ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തീർന്ന്. ഞങ്ങൾ അതിന് മുന്നേ തിരിച്ച് വന്ന്, കാരണം ശിവ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് തുടങ്ങി. ഭയങ്കര തണുപ്പ്, മഞ്ഞ് വീഴുന്ന സമയമായിരുന്നു. പിന്നെന്താ, ചേട്ടത്തിയും കൊണ്ടാണ് ഞങ്ങൾ പോയത്. ചേട്ടത്തിയമ്മയും ഞാനും പ്രണവും മോളും കൂടെ പോയത്. അപ്പോഴത്തേക്ക് ഒരു മോള് തല കറങ്ങി വീണ്. അത് ഭയങ്കരമായിട്ട് മോളെന്ന് മാത്രമല്ല, അവിടെ നിന്ന് 2-3 പയ്യന്മാർ, അവരും അനുഗ്രഹം കയറിയിട്ട് തല കറങ്ങി വീഴുന്നുണ്ട്. ഈ പയ്യനുണ്ടല്ലോ, കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അനുഗ്രഹം കയറിയിട്ട് തല കറങ്ങി വീണു. ഭയങ്കരമായിട്ട് കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾക്ക് അനുഗ്രഹം കൂടുതലായിട്ട് കയറി വരുന്നത്. എനിക്ക് മേലൊക്കെ പെരുക്കുന്നുണ്ടായിരുന്നു കണ്ടിട്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ആൻഡ് ഇതൊരു ഫോക്ക് ഡാൻസ് ആണ്, ഒരു തമിഴ് ഗ്യാതറിങ് എന്ന് പറയാം, വില്ലേജ് ഗ്യാതറിങ്. പിന്നെന്താ, ഇവിടെ നമ്മുടെ കന്നി ദേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് അരങ്ങേറുന്നത്. ഇത് പിന്നെ ദൈവം മുരുകനും ഉണ്ട്. പിന്നെന്താ, വളരെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് ഒരു 7 ദിവസമുണ്ട്. അവസാനത്തെ ദിവസമാണ് ഭയങ്കരമായിട്ട് ഉത്സവം. അവരുടെ പകുതിയായപ്പോഴത്തേക്ക് ഒരു കൊച്ചിൻ്റെ തലയിൽ അനുഗ്രഹം കുറവൊക്കെ കയറിയ കൊച്ചിൻ്റെ തലയിൽ കുടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ റൗണ്ടൊക്കെ ചെയ്ത് 3-4 റൗണ്ടൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് ദേവിയുടെ മുന്നിൽ കൊണ്ട് സമർപ്പിക്കും. എന്നിട്ട് പോഹയൊക്കെ പോയിച്ച് എന്തൊക്കെയോ പ്രത്യേകതരം എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. നമ്മളെക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ തമിഴ് മൂവി, ദേവി മൂവിയിലൊക്കെ കാണുമല്ലോ, അതേപോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഇവിടുത്തെ ഗ്രാമത്തിലുള്ളവർ വളരെ റൂട്ടഡ് ആയിട്ട് തോന്നി, കാരണം അവിടെ കൾച്ചറുമായിട്ട് വളരെ ഡീപ്പായിട്ട് കണക്റ്റഡ് ആണ് അവർ. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്. ജസ്റ്റ് ലവ് ഇറ്റ്. ആൻഡ് വളരെ വ്യത്യാസമായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിന് മുന്നേ നിങ്ങൾ ഈ കൾച്ചറിനെ കുറിച്ച് എവിടെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയണം. വാ അണ്ണനെ തൊല്ലപ്പെടാതെ തൊല്ലക്കുട്ടി. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത